സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ലോക പരിസ്ഥിതിക്ക് എന്ത് സംഭവിച്ചു, ഇപ്പോൾ എവിടെ ഇരിക്കുന്നു, ഇനി അടുത്ത ദശകങ്ങളിൽ നാം അഭിമുഖീകരിക്കുന്ന എൻവയോൺമെന്റൽ ഡിസാസ്റ്റേഴ്സ് തിരിച്ചടികൾ എങ്ങനെയാണ്, അവയെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നുള്ളത് വിവിധ ഭാഷകളിലുള്ള സിനിമയിൽ കൂടെ ലോകത്തെ ആകമാനം അറിയിക്കാനുള്ള ഒരു ശ്രമമാണ് ദ ഗ്രീൻ അലേർട്ട് എന്ന സിനിമ. അത് ഒരു റെഡ് അലേർട്ട് തന്നെയാണ്, ലോകത്തിന് മുമ്പിൽ ഒരു റെഡ് അലേർട്ടാണ്. ഇനി നമ്മൾ അമാന്തിച്ചാൽ സർവ്വനാശത്തിലോട്ടാണ് ലോകം പോകുന്നത് എന്നുള്ളതിൻ്റെ വളരെ ഗവേഷണപരമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകളെല്ലാം ഉപയോഗിച്ച് 100 മിനിറ്റുള്ള ഒരു സിനിമയാണ് ദ ഗ്രീൻ അലേർട്ട്. മലയാളം, ഇംഗ്ലീഷ്, മറ്റ് ലോക ഭാഷകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിത്രത്തിൻ്റെ ഔദ്യോഗിക പ്രദർശനമാണ് 29-ാം തീയതി രാവിലെ 9 മണിക്ക് കൈരളി ശ്രീ തിയേറ്ററിൽ നടത്തപ്പെടുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ലോകത്തെവിടെയും മുൻപ് എങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധമുള്ള കാലാവസ്ഥാ മാറ്റം മനുഷ്യൻ്റെ ജീവൻ അസാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലെ ഊഷ്മാവ് വളരെ കൂടി, ഈ സമ്മറിൽ മാത്രമല്ല, പ്രളയം വരുമ്പോൾ അതിപ്രളയം, വരൾച്ച, അങ്ങനെയുള്ള എല്ലാം അതിൻ്റെ ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യന് ജീവിതം അസാധ്യമാക്കത്തക്കണ്ണുള്ള തിരിച്ചടികളാണ്, പരിസ്ഥിതി തിരിച്ചടികളാണ് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തരം നൽകുന്ന അതെങ്ങനെ എത്തി? അപ്പോൾ അത് ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകരും അവർക്ക് പകരമുള്ള ആൾക്കാരും 150ഓളം അഭിനേതാക്കളും ചേർന്ന് അഭിനയിച്ച ഒരു സിനിമയാണ് ഈ ഗ്രീൻ അലേർട്ട്. ലോകത്ത് വളരെയേറെ പരിസ്ഥിതി സംഘടനകളുണ്ട്. WWF, പിന്നെ UNEP, 191 അംഗരാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള UNOയുടെ ഒരു സമിതിയാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. അവർക്കെല്ലാം നൽകത്തക്കണ്ണുള്ള വലിയ ക്രമീകരണമാണ് ഈ സിനിമയിലൂടെ നടത്തപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കുന്ന മലയാളം വേർഷനാണ്. ഇംഗ്ലീഷ് ഉടൻ തന്നെ ശരിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇംഗ്ലീഷ് ലോക നഗരങ്ങളിൽ പ്രദർശിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. തുടർന്ന് മറ്റു ഭാഷകളിലും എത്തിച്ച് ലോകത്തിന് മുൻപിൽ വലിയൊരു അവയർനെസ് നൽകാൻ വേണ്ടിയാണ് ഈ ശ്രമം നടത്തിയിരിക്കുന്നത്. തുളസിദാസ്, ഞാനാണ് ഈ ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ. ഗ്രീൻ അലേർട്ടിൻ്റെ പ്രൊഫസർ KP മാത്യു സാറാണ് ഇതിൻ്റെ നാടക രചയിതാവ്. സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ദൃശ്യവൽക്കരിക്കാൻ നേരിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഞ്ചഭൂതങ്ങളാണ് ഇതിനകത്തിലെ മുഖ്യ കഥാപാത്രം. അതായത് പ്രകൃതിയിൽ നമ്മൾ കാണപ്പെടുന്ന പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളുടെ മൂല്യച്യുതിയാണ് ഇതിനകത്തിലെ ഇതിവൃത്തം. അപ്പോൾ പഞ്ചഭൂതങ്ങൾക്ക് മനുഷ്യനെ പോലെ തന്നെ നവരസങ്ങളും എല്ലാ രസങ്ങളും പല രീതിയിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഋതുക്കൾ മാറുന്നതനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് കാണുന്ന ഈ വ്യത്യാസങ്ങളെല്ലാം, വിഭിന്നമായ പ്രകൃതിയുടെ ഓരോ അവസ്ഥയെല്ലാം ഈ നവരസങ്ങൾ പല രീതിയിൽ ഓർക്കാപ്പുറത്താടപ്പെടുന്നത് കൊണ്ടാണ്. അതിന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ക്യാമറയുമായി പ്രകൃതിയിലേക്ക് ഇറങ്ങിയാൽ ഒരേ സമയം തന്നെ ഷൂട്ട് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഈ ഭാഗങ്ങളെല്ലാം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് AI വിഷ്വൽസിനെയും VFX വിഷ്വൽസിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഔട്ട്ഡോറിലേക്ക് പോയിട്ടില്ല. 10 ദിവസം കൊണ്ട് ഞങ്ങൾ ഒരു വലിയൊരു ഇൻഡോർ സ്റ്റേഡിയം ബ്ലൂ മാർക്ക് കൊണ്ട് ചെയ്തിട്ട് അതിലാണ് ഇത് ഷൂട്ട് ചെയ്തിട്ട് ആക്ടേഴ്സിനെ കൊണ്ട് റിഹേഴ്സൽ ചെയ്തിട്ട് ആ ബ്ലൂ ഇത് മാറ്റിയിട്ട് ഞങ്ങൾ അവിടെ വിഷ്വൽസ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് AI വിഷ്വൽസ് കൊണ്ട് എല്ലാ ഭാഗങ്ങളും, പ്രകൃതിയുടെ എല്ലാ ഭാഗങ്ങളും ചിത്രീകരിക്കാൻ കഴിഞ്ഞു. 1 മണിക്കൂർ 38 മിനിറ്റാണ് ഇതിൻ്റെ ദൈർഘ്യം. ഒരു ഫീച്ചർ ഫിലിം കാണുന്ന പോലെ, ഒരു കഥാചിത്രം കാണുന്ന പോലെ തന്നെ ഈ പ്രകൃതിയുടെ എല്ലാ അവസ്ഥയും ആസ്വദിക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് മനുഷ്യനെ മാറ്റിമറിക്കുന്നത്, ഓർക്കാപ്പുറത്ത് എങ്ങനെയാണ് ദുരന്തങ്ങൾ സംഭവിക്കുന്നത്, അതെല്ലാം പഞ്ചഭൂതങ്ങൾ ഇതിലൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. പല വശങ്ങളും, ഇതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള വശങ്ങൾ പോലും വരുന്നുണ്ട്. ഇനിയും ഇപ്പോഴുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർ ഭരണാധികാരികളാകുമ്പോൾ കൃത്യമായ ഒരു പരിസ്ഥിതി നിലപാടുകൾ ഇതുവരെയും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രസ്ഥാനങ്ങൾക്കുണ്ടാവാം. പക്ഷേ ഇനിയുള്ള കാലത്ത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, എല്ലാ സാമൂഹിക സാംസ്കാരിക സംഘടനകളും കൃത്യമായ ഒരു പരിസ്ഥിതി നിലപാടെടുത്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ഭൂമിയെ സംരക്ഷിക്കാൻ കഴിയൂ എന്നുള്ള രീതിയിൽ തന്നെ. അതുകൊണ്ട് നമ്മൾ അത് പറയുന്ന ഇതിനെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി തന്നെ പല അഭിപ്രായങ്ങളും കൃത്യമായ നിലപാടുകളും പറഞ്ഞിരുന്ന വിവേകാനന്ദനെ, അൽഗോർ, വനീസ നഗാട്ടെ, ഗ്രേറ്റ തുങ്ബർഗ്, വിവേകാനന്ദൻ, ഇതുപോലുള്ള ഒട്ടേറെ വ്യക്തികൾ അവരുടെ നിലപാടുകൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ ചലച്ചിത്രത്തിലേക്ക് സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തി നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയും നാടകവും രണ്ടാണ്. തിയേറ്റർ, ഇവിടെ നമ്മുടെ ഈ ആശയം കാണികളിലോട്ട് എത്രയും ആഴമായിട്ട് ഇറങ്ങിച്ചെല്ലത്തക്കണം തിയേറ്ററിൻ്റെയും സിനിമയുടെയും സാധ്യതകളെ സമർത്ഥമായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ടാണ് അതിന് നമ്മൾ AI വിഷ്വൽസ് ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മളിത് കണ്ട നമ്മുടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ജൂറി ആയിട്ട് പോയ ആൾക്കാർ നമ്മൾ ആദ്യമായിട്ട് അവരെ ഒന്ന് കാണിച്ചായിരുന്നു ഇതിനെപ്പറ്റി. അവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ലോകത്തെമ്പാടും എല്ലാ ലോകരാജ്യങ്ങളിൽ എത്തിക്കത്തക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ലാഫേച്ച കൂടാതെ ഇതിനുവേണ്ടി മുന്നിട്ട് വന്ന എൻ്റെ ഒരു സഹപാഠിയായിട്ടുള്ള തമ്പി കുര്യൻ ബോസ്റ്റണാണ്. മറ്റെല്ലാവരും നമുക്ക് ഒരു സിനിമയ്ക്ക് വേണ്ടി എത്ര മുടക്കിയാൽ എന്ത് തിരിച്ചു കിട്ടും എന്നുള്ളതായിരുന്നു. അതൊന്നുമല്ല, ലോകം ഇങ്ങനെ ഇനിയും നമ്മളെ അഗണ്യമാക്കിയാൽ സർവനാശത്തിലോട്ടാണ് പോകുന്നത് എന്നുള്ള ഈ മാനവിക സത്യം
ലോക നേതാക്കളെയും സംഘടനകളെയും ഒന്ന് ഓർപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ഗ്രീൻ അലേർട്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. 29 തീയതി രാവിലെ 9 മണിക്കാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ പരിസ്ഥിതി സംഘടനകൾ, വിദ്യാഭ്യാസ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാഭ്യാസം, എല്ലാ രംഗത്തെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ലോകം കണ്ടിരിക്കേണ്ട വലിയൊരു സിനിമയാണിത്. അത് നമ്മുടെ കുട്ടികൾ, കോളേജ് വിദ്യാർത്ഥികൾ എല്ലാവരും കണ്ടിരിക്കണം. അവരിൽ കൂടെ വേണം ഈ മാറ്റത്തിനുള്ള ശബ്ദം ലോകത്തിൽ മുഴങ്ങാൻ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ശ്രമം നടത്തിയിരിക്കുന്നത്. ഇന്നത്തെ പരിപാടിയിൽ 29 നിങ്ങളുടെ പത്രത്തിൽ ഇതിൻ്റെ വാർത്ത വരണം. ഇത് കണ്ടിട്ട് നിങ്ങൾ യഥാർത്ഥമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കണം. ഞങ്ങളുടെ ഈ ശ്രമത്തെ നിങ്ങൾ വിജയിപ്പിക്കണം. നമ്മുടെ കാര്യമല്ല, ലോകത്തിന് നിങ്ങൾ കണ്ടില്ല, നമുക്ക് പാമ്പും ഒക്കെ വന്നിട്ട് എല്ലാ വീടുകളും കയറിക്കൊണ്ടിരിക്കുക, മൃഗങ്ങൾ. ഈ മാറ്റമാണ്. ഇവിടെ ഒമാൻ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു കാണും. ഒമാൻ മണലാലുണ്ണിയുള്ള ഒരു സ്ഥലമാണ് ഒമാൻ. ഈ ചുട്ടുപൊള്ളുന്ന ഈ അവസ്ഥയിൽ 2 ആഴ്ച മുമ്പേ ഒമാനിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് കാറിൽ ഒലിച്ചുപോയി 2 മലയാളികൾ മരിച്ച സംഭവമുണ്ട്. വിധിപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലാത്തെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വലിയ വരൾച്ചകൾ, മലയിടിച്ചിൽ, ഇതെല്ലാം അതിൻ്റെ ശക്തി കൂടുകയും നമുക്ക് താങ്ങാൻ വയ്യാത്ത നിലയിലോട്ട് ഓരോ വർഷം കഴിയുമ്പോഴും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ 2 വർഷം മുമ്പ് മനസ്സിലാക്കിയാണ് കാലിഫോർണിയയിലെ, ലോസ് ആഞ്ചലസിലെ, ഹോളിവുഡിലെ നടീനടന്മാരുടെ വീടുകളെല്ലാം കത്തിപ്പോയി. ലോകം അതുപോലൊക്കെ വരൾച്ചയായാലും എല്ലാം വളരെ വർദ്ധിച്ച വീര്യത്തിൽ അതിൻ്റെ ഫ്രീക്വൻസി കൂടിക്കൊണ്ട് ഈ ഗോളത്തിൽ മനുഷ്യൻ്റെ ജീവിതം അസാധ്യമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഭരണാധികാരികൾ എല്ലാം മനം തുറന്ന് ശ്രമിച്ചില്ലെങ്കിൽ സർവ്വനാശത്തിലോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ചിത്രം.